ഇന്ന് അംബിക സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രസ് ബട്ടൺ. അതായത് ഇത് കണ്ടാവും നമുക്കിവിടെ ഈ പ്രസ് ബട്ടൺ എങ്ങനെ നമുക്ക് നമ്മുടെ ഇതിൽ എങ്ങനെ തുന്നാമെന്നുള്ളത്. കൈത്തുന്നലാണ്, സ്റ്റിച്ച് ചെയ്യലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ നമ്മുടെ ചുരിദാറിനെയാണ് ഞാനിത് പിടിപ്പിക്കാൻ പോകുന്നത്. ഈ ഷോൾഡർ ഭാഗത്ത് വേണത് പിടിപ്പിക്കാനായിട്ട്. ഇവിടെ ഈ സ്ട്രാപ്പ് ഇതുപോലെ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് പിടിപ്പിക്കണ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ രണ്ട് ഭാഗമുണ്ട് പ്രസ് ബട്ടന് കണ്ടാവും. ഈ ഇതിങ്ങനെ കണ്ടാവും, മുനയുള്ളൊരു ചെറിയൊരു മുനയുള്ള ഭാഗമുണ്ട്. അത് കൂടാതെ നമുക്കിങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ താഴേക്ക് ഹോളായിട്ടുള്ള ഭാഗമുണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്ട്രാപ്പുമ്മ പിടിപ്പിക്കുന്നത്. ആ ചെറിയതും നമ്മുടെ ഷോൾഡറിന് പിടിപ്പിക്കേണ്ടത്. ഈ ഹോള് ഭാഗം മുകളിലേക്ക് വരാവുന്ന രീതിയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ശ്രദ്ധിക്കണം, ഹോള് ഭാഗം മുകളിലേക്ക് വരാവുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. ഇവിടെ ഒരു ഇഞ്ച് നീക്കി ഒരു അര ഇഞ്ച് നീക്കി വയ്ക്കുക ഇവിടെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂചി കോർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടിഴയിൽ വേണം കോർക്കാനായിട്ട് കേട്ടോ. കട്ടി വേണം നമുക്ക്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും, വേഗം പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് സൂചി ഇതുപോലെ കണ്ടാവും. ഞാനിങ്ങനെ ഒരിഴയിൽ കോർത്തിട്ട് രണ്ടായിട്ട് കെട്ടരുത്. രണ്ടിഴയിൽ വേണം സൂചി കോർക്കാനായിട്ട്. നമുക്ക് നൂല് കോർക്കാനായിട്ട് കേട്ടോ. സൂചിയുടെ ഉള്ളിൽ ഹെമ്മിങ് സൂചിയാണത്. അതിനുശേഷം എന്ത് വേണം, ഈ അപ്പം 4 നൂലുണ്ടാവും നമുക്ക്. ഇത് ഒരുമിച്ച് കെട്ടിടണം. അതായത് നമ്മുടെ ഫാഷൻ ഡിസൈനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ പ്രൊജക്റ്റിന് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അവരും അറിഞ്ഞിരിക്കുക. കുട്ടികൾക്ക് അറിയില്ല, അത് ആദ്യം തന്നെ അറിയില്ലല്ലോ പഠിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, നമ്മളിവിടെ കെട്ടിടണം, നന്നായിട്ട് കെട്ടിടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് പോവും താഴെ, ഇങ്ങനെ ഊരിപ്പോവും. കെട്ടിടുമ്പോഴും നമുക്ക് നീറ്റായിട്ടിരിക്കണ്ടേ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ടിരിക്കണം. അപ്പോൾ കെട്ടിട്ടിട്ട് ഇതുപോലെ എന്തെങ്കിലും തുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രിമ്മർ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇനി തുന്നാം നമുക്ക്. ഈ ഭാഗമാണ് നമ്മൾ ആദ്യം തന്നെ, ഏത് വേണമെങ്കിലും ആദ്യം തുന്നട്ടോ. ഇപ്പം ഞാൻ ഈ ഭാഗത്ത് ഷോൾഡറിനെയാണ് ഞാനിപ്പോൾ ആദ്യം പിടിപ്പിക്കണം. ഇങ്ങനെ വയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഈ പൊങ്ങി നിൽക്കണ ഭാഗമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കെട്ടുള്ളിലേക്ക് പോകും. നല്ല നീറ്റായിട്ടിരിക്കാനാണ്. കണ്ടോ. ഇനി എന്ത് ചെയ്യണം, ഇതുപോലെ ഈ ഹോളുകൾ കെട്ടിട്ട് തുന്നണം. ഇങ്ങനെ എടുത്തു, പിന്നെ ഇങ്ങനെ വളയ്ക്കുക. പിന്നെ അവിടെ ഹോളുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവുക. അതുപോലെ എല്ലാം 1 2 3 4 ഹോളുണ്ട്. ഈ 4 ഹോളിൻ്റെയും ഉള്ളിൽ കൂടെ പോകണം. ഈ 2 പ്രാവശ്യം തുന്നിക്കോളൂ കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ കെട്ടിട്ട് തുന്നണം. എങ്ങനെയാണെന്ന് വെച്ചാൽ 2 രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിങ്ങനെ സൂചി ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ നമുക്ക് കെട്ടായി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈവിരലൊന്നിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാവും. ഇതുപോലെ വീണ്ടും 4ാമത്തെ ഹോളിൽ കെട്ടി വീണ്ടും ഒന്നും കൂടി ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് തുന്നണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ കൈവിരലൊക്കെ വെച്ചിട്ട് വലിക്കുക കൂട്ടോ. അപ്പോഴും അല്ലെങ്കിൽ മെറ്റീരിയൽ വലിഞ്ഞ് ഇനി ഇത് ലാസ്റ്റ് ഇതിൽ വന്നു. ഇനി വീണ്ടും സൂചിയിലൂടെ കെട്ടിടാനാണ്. ഒരു 2 3 പ്രാവശ്യം അതിനുശേഷം വലിക്കുക. കണ്ടോ, നല്ല ഉറപ്പായിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നെക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നെക്ക് ഷോൾഡറിൽ നിന്നൊക്കെ എഴുകി പോകാണ്ടിരിക്കാനൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. ഇനി വീണ്ടും അടുത്തത് തിന്നാം. ഇതുപോലെ തന്നെ നമ്മൾ കെട്ടിടാം. ഇനി ചെറുതാണ് ഇനി കേട്ടോ. നമ്മൾ സ്ട്രാപ്പുമ്മ വെക്കുന്നത് എപ്പോഴും ചെറിയ ഒരു ഇതാണ്. അത് ഇങ്ങനെ വേണം. ചെറിയൊരു മോന പോലൊരു സംഭവമുണ്ട് കണ്ടോ.
അത് മുകളിലേക്ക് വരാവുന്ന രീതിയിൽ വേണം. പിന്നെ ഈ സ്ട്രാപ്പ് ഇതേ കണ്ടോ, സ്ട്രാപ്പ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കരുത് കേട്ടോ. ഇതുമൊക്കെ ഇടുമ്പോൾ ടൈറ്റ് ആവരുത്, ഒരു കുറച്ച് ലൂസ് വേണം. അല്ലെങ്കിൽ ടൈറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ഭാഗം വലിച്ചൽ വരും, നമ്മളൊക്കെ കാണുമ്പോൾ അവിടെ വലിഞ്ഞിരിക്കും. അപ്പോൾ ഒന്ന് ഇത് ഭാഗം കണ്ടോ, ഇതൊന്ന് മടക്കുക, വീണ്ടും ഒന്നും കൂടിയും മടക്കുക. ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് മതി, 1/2 ഇഞ്ചൊന്നും വേണ്ട. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്തു, മുകളിൽ ഇതുപോലെ ആ മൊനയുള്ള ഭാഗം മുകളിലേക്ക് വരാവുന്ന രീതിയിൽ വെക്കുക. വീണ്ടും ഇതിനും അതുപോലെ തന്നെ 4 ഹോളുണ്ടാവും. ആ 4 ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കെട്ടിട്ട് തുന്നാം. പിന്നെ ഇത് മടക്കിക്കണ കാരണം ഒന്ന് ഇങ്ങനെ ഇതേ ഇപ്പുറത്തേക്ക് ഒന്ന് കുത്തിപ്പോണു കേട്ടോ, അതേ ബാക്കിലേക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അത് നല്ല നീറ്റായിട്ട് ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഇത്. വീണ്ടും വളർത്തുന്ന ലാസ്റ്റ് ഇതിൽ വന്നു, ലാസ്റ്റ് ഇതിൽ വരുമ്പോൾ കെട്ടിട ഇതുപോലെ. നമുക്ക് ബ്ലൗസിനും ആണ് മെയിനായിട്ട് വയ്ക്കുക. ഞാൻ ചുരിദാറിന് വെക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് നെക്ക് ലൂസ് ഉണ്ടാവില്ല, എന്നിരുന്നാലും നമുക്കിത് പ്രസ് ബട്ടൺ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻസ് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോകുമ്പോൾ ഇഴുകി അങ്ങോട്ട് പോവില്ലല്ലോ. ഇനി കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നു. ഇത് ടൈറ്റായിട്ട് ഇങ്ങനെ വെക്കുക. കുറച്ച് ലൂസ് വേണം നമുക്ക് സ്ട്രാപ്പിന്. കണ്ടോ, ഇതുപോലെ ചെറിയൊരു ലൂസ് വേണം. ഓക്കെ, താങ്ക് യു. ഇതുപോലെ തന്നെ ഇനിയും ചെറിയ വീഡിയോസും എല്ലാ കാര്യങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, മറ്റേ ബെല്ലൈക്കൺ ടച്ച് ചെയ്യാം. താങ്ക് യു. ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ ആൺകുട്ടികൾക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓൺലൈൻ ക്ലാസ് ആൺകുട്ടികൾക്കുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ, അത്യാവശ്യമുള്ളവർ 99950763